ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാറുണ്ട്. അതായത് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു കാര്യം. അത് മേ ബി ഈഗോ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ദേഷ്യം കൊണ്ടൊക്കെ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, അതായത് സൈലൻ്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അതിലുള്ളത്? മീൻസ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈലൻ്റ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കപ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ്. അത് ആ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരിടം നൽകാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു ടൈമിൽ നമ്മൾ മിണ്ടാതിരിക്കുന്ന അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സമ്മർദ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ ആ ഒരു ടൈമിൽ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈമായിട്ട് അത് കിട്ടുന്നു എന്നുള്ളതാണ്. സോ ചിന്തിക്കാനും അവരുടെ ഇമോഷൻസിനും എല്ലാത്തിനും കൂടിയിട്ട് അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ടൈമാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സമയം അവർക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കുറച്ച് നല്ലൊരു കാര്യമാണ്. മീൻസ് അവർക്കത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് അവരുടെ ക്യാരക്ടറിൽ മേ ബി ചേഞ്ച് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള മുൻകൈ അവർക്ക് എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റുന്ന ഒന്നാമത്തെ ഫസ്റ്റത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അവർക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സമയമാണ് അവിടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പിന്നീട് അങ്ങോട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നുണ്ടാവുക ഇവർക്ക് ഇനി റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം ഇല്ലാതെ ആയോ എന്നൊക്കെ ചിന്തയും പേടികളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ വല്ലാതെ അവർ മിസ് ചെയ്യുന്നുള്ളതാണ്. മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നിങ്ങൾ എത്രത്തോളം മൂല്യവത്താണെന്നുള്ളത് കൃത്യമായി ഒരു ധാരണ അവരുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്കുള്ള വാല്യൂ, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള വാല്യൂ കൂട്ടാനായിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരിൽ കൗതുകം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇപ്പൊ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ അവരെ വിളിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയാനായിട്ട് കഴിയുണ്ടാവില്ല. മുമ്പേ എല്ലാ കാര്യങ്ങളും അവർക്ക് അപ്പം പറയാനായിട്ട് കഴിയുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. സോ അവരുടെ മനസ്സിൽ ചിന്ത വന്നുകൊണ്ടേയിരിക്കും എന്തായിരിക്കും ഇപ്പൊ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ, കുറേ ടെൻഷനും കാര്യങ്ങളും, ടെൻഷൻ എന്ന് പറയുന്നില്ലെങ്കിലും കുറേ കൗതുകങ്ങൾ, ആശ്ചര്യപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു ടൈമിൽ ഇവിടെ സംഭവിക്കുന്നത് കൗതുകം അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് നിങ്ങളെ കാണാനുള്ള, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു ആഗ്രഹം കൂടുതലാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാലം മിണ്ടാതിരിക്കുമ്പോൾ, ഒരുപാട് കാലം എന്ന് പറയുന്നില്ല എങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നം സംഭവിച്ചിട്ട് പിന്നീടുള്ള കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന കുറേ സമയവും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. നല്ല നല്ല മെമ്മറീസ് വരുന്നുണ്ടായിരിക്കും എന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മേ ബി കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഉള്ളിൽ വരുന്നുണ്ടാവുക നിങ്ങൾ ഒരുമിച്ചുള്ള മനോഹരമായ മൊമെന്റ്സ് മാത്രമായിരിക്കും. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരുടെ മനസ്സിലെ ചിന്ത വരും, ഞാൻ നഷ്ടപ്പെടുത്തിയത് ഒരുപാട്, മീൻസ് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, എനിക്ക് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള ഒരാളെയാണെന്നൊരു ചിന്ത വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ മിസ്സിങ് സംഭവിക്കുന്ന സമയത്ത് നമ്മളോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചൊരു പടി മുകളിലായിട്ട് നമ്മളെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ ഇഷ്ടം കൂടുതലാവുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ആ മിസ്സിങ്ങിലൂടെ നിങ്ങളോടുള്ള സ്നേഹം കൂട്ടാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ആത്മവിചിന്തനത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുണ്ടാവില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് വന്നുള്ള മിസ്റ്റേക്കുകൾ എന്താണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിലൂടെ മേ ബി നിങ്ങൾ മുമ്പുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ഇതുവരെ ഒത്തുതീർപ്പായിട്ടുണ്ടാവില്ല. സോ ആ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവും. അതേപോലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകൾ പാലിക്കാത്തതുണ്ടായിരിക്കാം. ആ കാര്യങ്ങളെല്ലാം പാലിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ, അതായത് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിലൂടെ തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തിട്ടില്ലാത്ത പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ
കുറയാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈം വളരെയധികം വാല്യൂ ഉള്ള ഒരു സമയമാണ്. അതായത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടൈമാണ്. ഈ ഒരു ടൈമിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനും അതിലൂടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് നിശബ്ദത എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അതായത് മേ ബി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും എന്ന് പറയുന്നില്ലെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ച് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആ ഒരു ടൈമിൽ അവരെ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രം മതിയാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഇത്രയും ഗുണങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് സൈലൻസിലൂടെ. പക്ഷേ അതല്ലാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ, ഇത് ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്